അവസാനം ഒരിക്കൽ കളിയാക്കിയ മസ്കിന് പോലും പറയേണ്ടി വന്നു ഹൈലി കോമ്പറ്റീറ്റീവ്. സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആവുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ, അതിലായിരുന്നു BYDയുടെ ശ്രദ്ധ. ആ ഉദ്ദേശം വിജയം കണ്ടു. പബ്ലിക് ട്രാൻസ്പോർട്ടിനായുള്ള ബസ്സുകൾ, ട്രക്കുകൾ, മോണോ റെയിൽ എന്ന് വേണ്ട BYD ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. 2023 തന്നെ EV ഭീമന്മാരായ ടെസ്ലയെ BYD മറികടന്നു. 2024 കണക്കുകൾ പ്രകാരം BYD 4.27 മില്യൺ വാഹനങ്ങളാണ് വിറ്റത്. ടെസ്ല 18 ലക്ഷത്തിൽ നിൽക്കുന്നു. ടെസ്ല 30 മുതൽ 40% വരെയുള്ള പാർട്സ് ആണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ BYD ബാറ്ററി, മോട്ടോർ, സെമി കണ്ടക്ടേഴ്സ് എന്ന് വേണ്ട കാറിന് ആവശ്യമായ 70% പാർട്സും സ്വന്തമായാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ടെസ്ല ഉൾപ്പെടെയുള്ള വമ്പൻ കാറുകളിലെല്ലാം BYD ബാറ്ററിയുമാണ്. 20 പേരുമായി തുടങ്ങിയ കമ്പനിയിൽ ഇന്ന് 9 ലക്ഷം പേരാണ് തൊഴിലാളികൾ. ലാഭം $137 ബില്യൺ. ബിൽഡ് യുവർ ഡ്രീംസ് എന്ന സ്ലോഗൻ അത് തന്റെ അച്ഛന് ട്രിബ്യൂട്ടായി കൂടെയാണ് വാങ് തീരുമാനിച്ചത്. എങ്കിലും അത് ചൈന പോലൊരു രാജ്യത്ത് നിന്ന് വന്ന ലോകത്തെ ശക്തനായി മാറിയ വാങ്ങിന് തന്നെയാണ് യോജിക്കുക. അയാൾ ഇപ്പോഴും സ്വപ്നങ്ങളുടെ പണിപ്പുരയിലാണ്.